ഹായ് വെൽക്കം ടു പൊമോഡോർ. പൊമോഡോർ ഒരു ടീം ആൻഡ് ടാസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇത് പൊമോഡോറിന്റെ ഡാഷ്ബോർഡ് ആണ്. നമ്മൾ ഡാഷ്ബോർഡിൽ വരുന്ന സമയത്ത് നമുക്ക് 3 സെക്ഷൻസ് ആണുള്ളത്: ഓവർവ്യൂ, സമ്മറി, സ്റ്റാറ്റ്യൂട്ടറി ഡെഡ് ലൈൻസ്. ഞാൻ ഫസ്റ്റ് ഓവർവ്യൂ കാണിക്കുന്നത്. ഓവർവ്യൂവിലൂടെ 3 സെക്ഷൻസ് ആയിട്ട് കാണാൻ പറ്റും: മൈ ടാസ്ക്, ടീം ടാസ്ക്, ഓൾ ടാസ്ക്. മൈ ടാസ്ക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ ഓഫീസിൽ നിന്ന് അസൈൻ ചെയ്തേക്കുന്ന ടാസ്കുകൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ടാസ്കുകൾ. അപ്പോൾ ഞാനിവിടെ നോക്കുന്ന സമയത്ത് 165 ടാസ്കുകൾ എനിക്കുണ്ട് ടോട്ടലായിട്ട്. അതിൽ 136 ടാസ്കുകൾ ഓവർഡ്യൂ ആയിട്ടുണ്ട്. 2 ഇന്ന് ഡ്യൂ ആവുന്നതാണ്. ഇൻ പ്രോഗ്രസ്സിൽ ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ 111 ടാസ്കുകൾ ഉണ്ട്. ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻ റിവ്യൂ ആയിട്ടും 2 ടാസ്കുകൾ തന്നെയാണ് ഉള്ളത്. റിവ്യൂ കംപ്ലീറ്റ് ചെയ്തേക്കുന്ന 3 ടാസ്കുകൾ ഉണ്ട്. ഈ മാസം കഴിഞ്ഞേക്കുന്ന വർക്കുകൾ 0 ആണ്. അപ്പോൾ ഇതാണ് ഞാനിവിടെ മൈ ടാസ്കിൽ നിന്ന് റീഡ് ചെയ്തെടുക്കുന്ന ഐറ്റംസ്. ഇതിൽ ഇന്ന് ഡ്യൂ ആവുന്ന ടാസ്കുകൾ 2 ഉണ്ടെന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ്, അതിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അതിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഈ ടാസ്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ടാസ്കിന്റെ ഉള്ളിലേക്ക് നമ്മൾ വരും. നെക്സ്റ്റ് സിമിലർലി ടീം ടാസ്ക് ആണ് ഇവിടെ കാണിക്കുന്നത്, ഈ ഒരു സെക്ഷനിൽ കാണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ടീമിന്റെ ലീഡറാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മുടെ ഓഫീസിൽ 2-3 ടീംസ് ഉണ്ട്. ഒരു ഓഡിറ്റിംഗ് ടീം ഉണ്ട്, ഒരു GST ടീം ഉണ്ട്. അപ്പം ആ ടീമിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടീം ടാസ്ക് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടീം എയുടെ ടാസ്കുകളും ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ കാണാം. ഞാൻ ടീം ബിയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള ആ ഒരു ടീമിനുള്ള ടാസ്കുകളുടെ ഡാറ്റ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ഓർഗനൈസേഷനിൽ ടോട്ടൽ ആയിട്ട് എത്ര ടാസ്കുകൾ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഓൾ ടാസ്കിന്റെ ഏരിയയിൽ കാണിക്കുന്നത്. താഴത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2 ഗ്രാഫ്സ് ഉണ്ട്: മൈ ടാസ്കും ഓൾ ടാസ്ക് എന്ന് പറഞ്ഞിട്ട്. മൈ ടാസ്കിൽ എൻ്റെ ടാസ്കിന്റെ സ്പ്ലിറ്റ് ആണ്, ഏതൊക്കെ സ്റ്റേജിലാണ് എൻ്റെ ടാസ്കുകൾ കിടക്കുന്നത് എന്നുള്ള സ്പ്ലിറ്റ് ആണ്. സ്റ്റേജ് ഞാൻ ഉദ്ദേശിച്ചത് ഏതൊക്കെ സ്റ്റാറ്റസുകളിലാണെന്നുള്ളതാണ്. ഇവിടെ ഓരോ സ്റ്റാറ്റസുകളും ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. സിമിലർലി നമ്മുടെ ഓർഗനൈസേഷന്റെ കമ്പനിയുടെ എൻ്റെ ടാസ്കുകളുടെ ഒരു ബ്രേക്ക് ഡൗൺ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ലീഡേഴ്സ് അച്ചീവേഴ്സ് ലീഡർ ബോർഡ് കാണാൻ പറ്റും. ഓരോ സ്റ്റാഫും പെർഫോം ചെയ്യുന്നതനുസരിച്ചിട്ട് അവർക്ക് സിസ്റ്റം ഒരു പോയിന്റ് അലോട്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഡെവലപ്ഡ് ആയിട്ട് വരുന്നത്. പിന്നെ താഴത്തേക്ക് വരുന്ന സമയത്ത് ബാഡ്ജസ് കാണാൻ പറ്റും. ബേസ്ഡ് ഓൺ നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ചിട്ട് ഓരോരോ ബാഡ്ജസ് നമുക്ക് അൺലോക്ക് ആയി വരിക ചെയ്യുന്നത്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഏജിംഗ് റിപ്പോർട്ട് കാണാം. ഇതിൽ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫ്സിന്റെ പേരുകളായിരിക്കും ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടാവുക. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇന്ന് ഡ്യൂ ആവുന്ന ടാസ്കുകൾ ഏതൊക്കെയാണ്, അതുപോലെ 1 to 5 days ആയിട്ട് ഡ്യൂ ആയി കിടക്കുന്ന ടാസ്കുകൾ, 10 ഡേയ്സിന് മുകളിലായിട്ട് ഡ്യൂ ആയി കിടക്കുന്ന ടാസ്കുകൾ എത്ര ഉണ്ട്. ഇപ്പൊ ജോസഫിന് നോക്കുകയാണെങ്കിൽ ജോസഫിന് ഇത്രയും ടാസ്കുകൾ 10 ദിവസത്തിന് മുകളിൽ ഡ്യൂ ആയി കിടക്കുകയാണ്. ഈ ഒരു ഡാറ്റയാണ് നമുക്ക് ഏജിംഗ് റിപ്പോർട്ടിൽ നിന്ന് കിട്ടുന്നത്. നെക്സ്റ്റ് വർക്ക് സമ്മറിയാണ്. വർക്ക് സമ്മറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫീസിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ടുഡേയിലത്തെ ഡേറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന് കംപ്ലീറ്റഡ് ടാസ്കുകൾ 2 ഉണ്ട്. ഈ 2 ടാസ്കുകൾ ഇന്ന് കംപ്ലീറ്റഡ് ആയതാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ് സ്റ്റേജിൽ കിടക്കുന്ന ടാസ്കുകൾ ഇത്രയാണ്, റിവ്യൂവിനുള്ള ടാസ്കുകൾ ഇത്രയാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടാസ്കിന്റെ ഉള്ളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഈ വീക്കിൽ എന്തൊക്കെ ടാസ്കുകൾ നടന്നു, എത്ര കംപ്ലീറ്റ് ആയി എന്നുള്ള രീതിയിൽ ഒക്കെ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഡീറ്റെയിൽസ് തന്നെ നമുക്ക് PDF ആയിട്ടോ CSV ഫയലായിട്ടോ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. വാട്സാപ്പിലേക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മുടെ അഡ്മിനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാനേജർക്കോ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, വാട്സാപ്പ് വെബിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് വർക്ക് സമ്മറി വർക്ക് ചെയ്യുന്നത്. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഡെഡ് ലൈൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ മെയിൻ ആയിട്ട് വരുന്ന ഫയലിങ്സിന്റെ ഡേറ്റ്സ് ഒക്കെ നമുക്ക് വേണമെന്നൊരു ഐഡിയ ഉണ്ടാകും. അത്രയേ ഉള്ളൂ. താങ്ക് യു.